പിറ്റേന്ന് പുലരിയുടെ കിരണങ്ങൾ ഭൂമിയെ തൊട്ടുണർത്തിയപ്പോൾ തന്നെ അവൾ ഉണർന്നിരുന്നു. പതിവ് പോലെ ആൽത്തറയിലേക്കുള്ള ഉണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക് പോകാൻ അവൾ തയ്യാറെടുത്തു. മനസ്സിലെ ചിന്തകളിൽ തറഞ്ഞു നിൽക്കുന്ന സിദ്ധാർത്ഥിൻ്റെ ഓർമ്മകൾ ഓരോന്നായി പിഴുതെറിയാൻ അവൾ ആ നിമിഷം ദൃഢനിശ്ചയം ചെയ്തു. അലമാരയിൽ നിന്നും മഞ്ഞ വസന്തത്തിൻ്റെ നിറമുള്ള ഒരു മഞ്ഞപ്പെട്ട് അവൾ തിരഞ്ഞെടുത്തു. കരിമഷി പടർന്ന കണ്ണുകളിൽ പുതിയ പ്രത്യാശയുടെ തിളക്കം വരുത്താനെന്നോണം അവൾ കണ്ണെഴുതി. വിടർന്ന മുടിയിഴകൾ ഒതുക്കി പിന്നി നെറ്റിയിൽ ഒരു കുഞ്ഞു കറുത്ത പൊട്ടും ചാർത്തി അവൾ ഒരുങ്ങിക്കഴിഞ്ഞു. പാടവരമ്പിലൂടെ നടക്കുമ്പോൾ കാറ്റവളുടെ കാതിൽ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. അമ്മയോട് യാത്ര പറഞ്ഞ് ആൽത്തറ ലക്ഷ്യമാക്കി നടക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കടൽ ഇരമ്പുന്നുണ്ടായിരുന്നു. വയൽ തടിച്ചുകൂടിയ ചെറുപ്പക്കാരുടെ പരിഹാസച്ചിരികളും അനാവശ്യ കമൻറ്റുകളും അവളുടെ കാതുകളിൽ പതിച്ചെങ്കിലും ഒന്നിനും പ്രതികരിക്കാതെ അവൾ മുന്നോട്ട് നടന്നു. ആൽത്തറയിലെത്തിയപ്പോൾ അവളുടെ ഹൃദയം വിങ്ങിപ്പോയി. കണ്ണ, നിനക്കില്ലാതെ മറ്റാർക്കാണ് എൻ്റെ നോവുകൾ അറിയാവുന്നത്? ഓരോ ശ്വാസത്തിലും സിദ്ധാർത്ഥിൻ്റെ ഓർമ്മകൾ എന്നെ വേട്ടയാടുകയാണ്. എന്തിനു വേണ്ടിയായിരുന്നു ആ സ്നേഹം? നീയെങ്കിലും എന്നെ കൈവിടരുതേ. തൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങളും പരാതികളും പരിഭവവും ആ കരിങ്കൽ വിഗ്രഹത്തിന് മുന്നിൽ ഇറക്കി വെക്കുമ്പോൾ അവളുടെ മൊഴികൾ ഈറനണിഞ്ഞു പോയി. വാക്കുകൾ അതീതമായ ഒരു ആശ്വാസം ആ പുണ്യസങ്കേതത്തിൽ അവൾ തേടുകയായിരുന്നു. അവൾ പീഠത്തിനു മുന്നിൽ തളർന്നിരുന്നു. കരിമഷി പടർന്ന കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ആ മഞ്ഞപ്പട്ടിലേക്ക് ഉതിർന്നു വീണു. അത് വെറുമൊരു കണ്ണുനീർ തുള്ളിയായിരുന്നില്ല. അവൾ ഇത്രയും കാലം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയത്തിൻ്റെ നോവായിരുന്നു അതെല്ലാം. അവളുടെ ഉള്ളിലെ പ്രാർത്ഥനകൾ കണ്ണൻ്റെ കാതുകളിലെത്തും മുൻപേ പരിചയമായ ആ ബൈക്കിൻ്റെ ശബ്ദം ആൽത്തറയിൽ മുഴങ്ങി. സിദ്ധാർത്ഥായിരുന്നു അത്. വണ്ടി നിർത്തി അവൻ നടന്നു നീങ്ങിയത് തൻ്റെ പ്രാണൻ്റെ പാതിയായവൾ നിൽക്കുന്ന അതേ ഇടത്തേക്കായിരുന്നു. പക്ഷെ അവിടെ കണ്ട കാഴ്ച അവൻ്റെ ഉള്ളുലച്ചു. നിലവിളക്കിൻ്റെ തിരുനാളം പോലെ ഉരുകിത്തിരുന്ന തൻ്റെ അനഘയെ. അനഘ! ആ വിളി ഒരു മന്ത്രം പോലെ അവളുടെ കാതുകളിൽ പതിച്ചു. അത് സിദ്ധാർത്ഥാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് അധിക നേരം വേണ്ടി വന്നില്ല. താൻ മായ്ക്കാൻ ശ്രമിച്ച അതേ ശബ്ദം. വിറക്കുന്ന കൈകളാൽ അവൾ മഞ്ഞധാവണിയുടെ തുമ്പെടുത്ത് കവിളിലെ കണ്ണുനീർ തുടച്ചു കളഞ്ഞു. അവനെ നോക്കാതെ ഒന്നുപോലും മിണ്ടാതെ അവൾ അവിടെയൊന്നും നടന്നു നീങ്ങി. പക്ഷെ പെട്ടെന്നാണ് ഒരു ശക്തമായ കരം അവളുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചത്. പകപ്പോടെ അവൾ അവൻ്റെ മുഴികളിലേക്കൊന്ന് നോക്കിപ്പോയി. താനെന്താ എന്നെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ പോകുന്നത്? അവൻ്റെ സ്വരത്തിൽ അധികാരവും ഒപ്പം വേദനയും കലർന്നിരുന്നു. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ആ മൗനം അവൻ്റെ നിയന്ത്രണം തെറ്റിച്ചു. അവൻ അവളുടെ ഇരു കൈകളും പിടിച്ച് തന്നിലേക്ക് ചേർത്തു നിർത്തി. ആൽത്തറയിൽ കൂടിയിരുന്നവരുടെ കണ്ണുകൾ തങ്ങളിലാണെന്നോ അവർക്കിടയിൽ ഉയരുന്ന പിറുപിറുകളോ അവൻ ഗൗനിച്ചില്ല. അവൻ്റെ ഉള്ളിലെ ആ സത്യം അവൾക്ക് മുന്നിൽ തുറന്നിടുകയായിരുന്നു അവൻ്റെ ലക്ഷ്യം. അനഘേ, ഞാൻ ശ്രുതിയോടൊപ്പം പെണ്ണ് കാണാൻ പോയത് നിന്നെ വേദനിപ്പിക്കാനല്ല. അച്ഛനും അവളുടെ അച്ഛനും തമ്മിലുള്ള ആ സൗഹൃദം, അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ പോയത്. നിനക്കറിയില്ലേ എൻ്റെ സാഹചര്യം? എന്നിട്ടും നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? സിദ്ധാർത്ഥിൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ തറച്ചുവെങ്കിലും അവൾക്കൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ കരച്ചിലും പിടിവലിയും കണ്ടതോടെ നാട്ടുകാർക്കിടയിൽ മുറുമുറുപ്പ് കൂടി. അവർക്കരികിലേക്ക് ആളുകൾ കൂടി വരുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ ഒരു നിമിഷം ആദി പടർന്നു. സാഹചര്യങ്ങൾ വഷളാകുമെന്ന് കണ്ടവൻ വിറക്കുന്ന മനസ്സോടെ അവളുടെ കൈകൾ വിടുവിച്ചു. ഒന്നും പറയാനാവാതെ ഒരു നോക്ക് കൂടി അവളെ നോക്കി അവൻ തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ദൂരേക്ക് മറിയുന്ന ആ ബൈക്കിൻ്റെ ശബ്ദം കേട്ട് ആൽത്തറയിൽ ഒറ്റക്കായി പോയ അനഘ വിങ്ങിക്കരഞ്ഞു. അവളുടെ പ്രണയം ആൽത്തറയിലെ കാറ്റിൽ ഒരു തേങ്ങലായി അവശേഷിച്ചു. പാടവരമ്പിലൂടെ തിരികെ നടക്കുമ്പോഴും അനഘയുടെ കാതുകളിൽ സിദ്ധാർത്ഥിൻ്റെ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പോയത്. അവൻ്റെ വാക്കുകൾ സത്യമായിരുന്നു. താൻ അവനെ വെറുതെ സംശയിക്കുകയാണോ? പക്ഷേ ആൽത്തറയിൽ ഒരു നിമിഷം തനിക്ക് വേണ്ടി നിലകൊള്ളാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ആളുകൾ കൂടുന്നത് കണ്ടപ്പോൾ ഇവൾ ഞാൻ പ്രാണതുല്യം സ്നേഹിക്കുന്ന പെണ്ണാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ആർജവം സിദ്ധാർത്ഥ് സർ കാണിച്ചില്ല. പകരം ഒരു ഭീരുവിനെ പോലെ വണ്ടി ഓടിച്ചു പോയി. അവളുള്ളിൽ സ്വയം പറഞ്ഞു, ശരിയാണ്, സാറിന് ഞാൻ വെറുമൊരു നേരം പോക്കായിരിക്കാം. അച്ഛൻ വരുത്തി വെച്ച കടബാധ്യതകൾക്ക് നടുവിൽ നിൽക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളെ സിദ്ധാർത്ഥ് സാറിൻ്റെ വീട്ടുകൾ ഒരിക്കലും സ്വീകരിക്കില്ല.
അച്ഛൻ പറഞ്ഞതാണ് ശരി. ഇതോടെയെല്ലാം അവസാനിപ്പിക്കണം. വീടിൻ്റെ ഉമ്മറത്തെത്തിയപ്പോൾ അമ്മ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ മുഖത്ത് ആദിയായിരുന്നു. നീ എവിടെ പോയതാ ഇത്ര നേരം? അമ്പലത്തിൽ പോയി വരാൻ ഇത്രയും സമയമോ? അമ്മയുടെ ചോദ്യത്തിന് മുന്നിൽ അവൾ മൗനം പാലിച്ചു. നീ നീ സിദ്ധാർത്ഥിനെ കണ്ടോ? അമ്മയുടെ ആ ചോദ്യത്തിന് മറുപടി നൽകാതെ അവൾ അടുക്കളയിലേക്ക് നടന്നു. 2 ദോശയും ചമ്മന്തിയും എടുത്തു. സോപാനത്തിലിരുന്ന് കഴിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ വിങ്ങുന്നുണ്ടായിരുന്നു. കലങ്ങിയ കണ്ണുകളും ചുവന്ന മുഖവും കണ്ടപ്പോൾ തന്നെ അമ്മക്ക് കാര്യം മനസ്സിലായി. തൻ്റെ മകൾ ആ വേദന വീണ്ടും ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്ന്. അപ്പോഴാണ് അനിയത്തി ആര്യ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി വന്നതും. ചേച്ചി വരുന്നില്ല, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ, ആര്യ പരിഭവിച്ചുകൊണ്ട് പറഞ്ഞു. 5 മിനിറ്റ്, ഈ ദോശ കൂടി കഴിച്ചിട്ട് നമുക്കൊരുമിച്ചിറങ്ങാം, അനഘയുടെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. ഇരുവരും ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. ആര്യ മിടുക്കിയാണ്. ചേച്ചിയുടെ മുഖത്തെ മ്ലാനതയും പാറിപ്പറന്ന മുടിയും കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം പിടികിട്ടി. എങ്കിലും സിദ്ധാർത്ഥിൻ്റെ ഒരു കുടുംബമായത് തങ്ങളുടെ സാമ്പത്തിക അന്തരം ഓർത്ത് അവളൊന്നും ചോദിച്ചില്ല. മൗനമായിരുന്നു ആ യാത്രയിലുടനീളം. അവർക്കിടയിലെ ഭാഷ. ബസ്സിൽ നല്ല തിരക്കായിരുന്നു. അല്പനേരം നിന്നതിന് ശേഷം ഒരു സീറ്റ് ഒഴിഞ്ഞു കിട്ടിയപ്പോൾ അവർ 2 പേരും അതിലൊതുങ്ങിയിരുന്നു. ആര്യ സ്കൂൾ ബസ് സ്റ്റോപ്പിലിറങ്ങി ചേച്ചിയോട് യാത്ര പറഞ്ഞു. ഒടുവിൽ കോളേജ് സ്റ്റോപ്പ് എത്തിയപ്പോൾ നെഞ്ചിലെ കനൽ കെട്ടടങ്ങാതെ അനഘയും ബസ്സിറങ്ങി. ആ ക്യാമ്പസ് അവളെ സ്വാഗതം ചെയ്തത് പുതിയൊരു പോരാട്ടത്തിൻ്റെ വർണ്ണമായിട്ടായിരുന്നു. കോളേജ് ഗേറ്റ് കടന്നപ്പോൾ തന്നെ അനഘയുടെ കണ്ണുകൾ ആ ആഡംബര കാറിൽ തറഞ്ഞു നിന്നു. സിദ്ധാർത്ഥ സാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഹൃദയത്തിലൊരു കൊള്ളിയാൻ മിന്നി. കടന്നുപോയെങ്കിലും അവൾ മിഴികൾ താഴ്ത്തി. ആ മുഖത്ത് നോക്കാനുള്ള കൾപ്പ് അവൾക്ക് ഇന്നുമില്ല. തളർന്ന പാദങ്ങളോടെ വരാന്തയിലേക്ക് ഓരോ പടികളും കയറുമ്പോൾ ലോകം മുഴുവൻ തന്നെ തന്നെ നോക്കുന്നത് പോലെ അവൾക്ക് തോന്നി. സ്റ്റാഫ് റൂമിന് അരികിലെത്തിയപ്പോൾ കണ്ടു തൂണിൽ ചാരി നിൽക്കുന്ന സിദ്ധാർത്ഥിനെ. അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. കരഞ്ഞു വിങ്ങിയ കണ്ണുകളും വിളറിയ മുഖവും കണ്ടപ്പോൾ അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞുപോയി. എന്താടോ എന്നെ നോക്കാതെ പോകുന്നത് എന്നൊരു ചോദ്യം അവൻ്റെ ഉള്ളിൽ വന്നെങ്കിലും അതിരങ്ങൾ ചലിച്ചില്ല. ബെല്ലടിച്ചു. 1-ാം പീരീഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ക്ലാസ്സാണ്. ഗൗരവത്തോടെ സിദ്ധാർത്ഥ് ക്ലാസ്സിലേക്ക് കയറി. എല്ലാവരും ആവേശത്തോടെ മറുപടി നൽകുന്നുണ്ടെങ്കിലും ലാസ്റ്റ് ബെഞ്ചിൽ ജനലൈകളുടെ പുറത്തേക്ക് നോക്കിയിരുന്ന അവൾ മാത്രം ഒന്നും മിണ്ടിയില്ല. പെട്ടെന്നാണ് പ്യൂൺ വന്ന് കോളേജ് ഡേയുടെ നോട്ടീസ് വായിച്ചത്. 2 ദിവസം കഴിഞ്ഞാൽ കോളേജ് ഡേ ആണ്. എല്ലാ കലാപരിപാടികൾക്കും കുട്ടികൾ സജീവമായി പങ്കെടുക്കണം. ചെറുപ്പത്തിലെ നൃത്തം അഭ്യസിച്ചവളാണ് അനഘ. ഉള്ളിലെ സങ്കടം മാറ്റാൻ നൃത്തത്തിന് പേര് നൽകാമെന്ന് അവൾ ഉറപ്പിച്ചു. എന്നാൽ സിദ്ധാർത്ഥിൻ്റെ ശ്രദ്ധ അവളുടെ തലമുടിയിൽ തിരുകിയ ആ തുളസിക്കതിരിലാണ്. ആ ഗന്ധം അവനെ വല്ലാതെ ഭ്രമിപ്പിച്ചു പോയി. പേര് നൽകാനായി സ്റ്റാഫ് റൂമിലെ ലിസ്റ്റിനരികിലേക്ക് അവൾ വന്നപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ അരികിലേക്ക് നീങ്ങി നിന്നു. ചുറ്റും ബഹളങ്ങളാണെങ്കിലും അവർക്കിടയിൽ ഒരു നിശബ്ദത തളം കെട്ടി നിന്നു. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അവൻ അവളുടെ കാർക്കൂന്തൽ അരികിലേക്ക് മുഖമടുപ്പിച്ചു. വാടിയ തുളസി കതിരിൻ്റെയും അവളുടെ പ്രിയപ്പെട്ട എണ്ണയുടെയും മണം അവൻ ആവോളം ശ്വസിച്ചു. നിയന്ത്രണം വിട്ടാന്നാണം ആ മുടിയകൾ അവൻ അമർത്തി ചുംബിച്ചു. അവൾ ഞെട്ടിപ്പോയി, പക്ഷെ മിണ്ടിയില്ല. അവളുടെ മൗനമായിരുന്നു അവൻ്റെ കരുത്തും ബലഹീനതയും. അകലെ നിന്ന് ഇതെല്ലാം കണ്ട് ശ്രുതിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു. സ്റ്റാഫ് റൂമിന് ആ തിരക്കിനിടയിലും അനഘയുടെ ലോകം നിശ്ചലമായി നിന്നു. സിദ്ധാർത്ഥ് സർ തൊട്ടരികിൽ നിൽക്കുന്നു എന്ന തിരിച്ചറിവ് അവളുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു. അല്പം മുമ്പ് തൻ്റെ കാർക്കൂന്തൽ ആരും കാണാതെ അമർന്ന അവൻ്റെ അധരങ്ങളുടെ ചൂട് ഇപ്പോഴും ഒരു മിന്നലായി അവളുടെ ശരീരത്തിൽ പടരുന്നുണ്ടായിരുന്നു. അവൾ മിഴികൾ ഉയർത്തിയില്ല. പക്ഷെ അവളുടെ കൈവിരലുകൾ ലിസ്റ്റിൽ പേരെഴുതാൻ തുടങ്ങിയവ വിറക്കുന്നുണ്ടായിരുന്നു. ഒരു തരിപ്പ്. അത് പാദങ്ങളിൽ നിന്ന് തുടങ്ങി ഹൃദയത്തിലേക്ക് പടർന്നു കയറുകയാണ്. അകലെ മാറി നിന്ന് ഇതെല്ലാം വീക്ഷിക്കുകയാണ് ശ്രുതി. അവളുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൾ സിദ്ധാർത്ഥിനെയും അനഘയെയും മാറി മാറി നോക്കി. കൊള്ളാലോ കള്ളി. 2 പേരും ഒന്നും അറിയാതെ പോലെ നിൽക്കുകയാണ്. ശ്രുതി സ്വയം പിറുപിറുത്തു. അവർക്കിടയിൽ സംസാരമില്ല. വാക്കുകൾ കൊണ്ട് പണിയാത്ത ഒരു മതിൽക്കെട്ട് അവിടെ ഉയർന്നു നിന്നു. സിദ്ധാർത്ഥ് ഗൗരവം നടിച്ചു നിൽക്കുകയാണെങ്കിലും അവൻ്റെ കണ്ണുകൾ അനഘയുടെ ഓരോ ചലനത്തെയും ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ചുംബനം അവളെ എത്രമാത്രം ഉലച്ചിട്ടുണ്ടെന്ന് ആ വിറക്കുന്ന കൈകൾ അവനോട് വിളിച്ചു പറഞ്ഞിരുന്നു. ശ്രുതി പതുക്കെ അനഘയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്താടി അനു, നിന്റെ കൈകളൊക്കെ എങ്ങനെ വിറക്കുന്നത്? പേരെഴുതാൻ പോലും പറ്റുന്നില്ലല്ലോ നിനക്ക്. ശ്രുതിയുടെ വാക്കുകൾ പരിഹാസത്തേക്കാൾ കൂടുതൽ സന്തോഷമായിരുന്നു. അന പെട്ടെന്ന് ഞെട്ടി ശ്രുതിയെ നോക്കി. ഏയ്, അതൊന്നുമില്ലടി. ചെറിയൊരു തലകറക്കം പോലെ, അത്രയുള്ളൂ. അവൾ വാക്കുകൾ കഷ്ടപ്പെട്ട് തപ്പിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു.
നീ സിദ്ധാർത്ഥ് സാറോട് അടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അന. ഈ മൗനം, ഈ അകൽച്ച, അത് ഇങ്ങനെ തന്നെ തുടരണം. നിന്റെ ഈ പരിഭവവും പേടിയും മതി എനിക്ക് നിങ്ങളെ തമ്മിൽ അകറ്റാൻ. എൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്. അവൾ ശ്രുതി മനസ്സിൽ ഊറി ചിരിച്ചുകൊണ്ട് പറഞ്ഞു.